കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ജയം നേടുകയല്ല, ജയം നൽകുക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നീ പ്രവർത്തിച്ച് നേടണ്ട, നീ ആശ്രയിച്ചാൽ അവൻ നിനക്ക് ജയം നൽകും. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നേടുവെന്നല്ല, ഇത് നേടാൻ പറയുന്ന പ്രമാണമല്ല. ആമേൻ. 38 വർഷമായിട്ട് ഒരുത്തൻ കൊളക്കരെ കിടക്കുകയാണ്. അവൻ പറയുന്നത് ഫസ്റ്റായിട്ട് ഇറങ്ങുന്നവന് മാത്രമേ സൗഖ്യം കിട്ടുകയുള്ളൂ. എനിക്ക് ഫസ്റ്റ് ആകാൻ ഇതുവരെ പറ്റിയിട്ടില്ല, എനിക്ക് ഇതുവരെ ഫസ്റ്റ് ആകാൻ പറ്റാത്തത് കൊണ്ട് ഇതുവരെ സൗഖ്യമായിട്ടില്ല. 38 വർഷമായിട്ട് ലാസ്റ്റ് ആയവന്റെ അടുക്കൽ യേശു ചെന്നിട്ട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് നിന്റെ സൗഖ്യത്തിന്റെ സമയം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് ഓടിയെത്താൻ പറ്റത്തില്ലെങ്കിൽ കൃപ നിന്നെ എത്തിക്കാൻ പോകുകയാണ്. നിനക്ക് പൊരുതി നേടാനൊക്കത്തില്ലെങ്കിൽ കൃപ നിന്നെ ജയിപ്പിക്കാൻ പോകുകയാണ്. നിനക്ക് പറഞ്ഞു ജയിക്കാൻ ഒക്കത്തില്ലെങ്കിൽ ആത്മാവ് നിന്റെ നാവിൽ ഉച്ചരിക്കേണ്ടത് നൽകാൻ പോകുകയാണ്. കൃപയാലല്ലോ, വിശ്വാസം മൂലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശ്വസിക്കുന്ന കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. വിശ്വസിക്കാൻ കൃപ കിട്ടിയത്, വിശ്വസിക്കാൻ അവസരം കിട്ടിയത് കൃപയാണ്. യേശു വന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവനോട് ഇതുവരെ ആരും ചോദിച്ചില്ല ഇറങ്ങാൻ താല്പര്യമുണ്ടോ, വെള്ളത്തിൽ ഇറങ്ങണോ, ഒത്തിരി കൊല്ലമായില്ലേ, നിനക്ക് ഇറങ്ങി സൗഖ്യമാകാൻ താല്പര്യമുണ്ടോ? സ്വന്തമായിട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല, സ്വന്തമായിട്ട് ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ. അവൻ എന്തോ ചെയ്യും? ഇതാ പ്രമാണത്തിന്റെ അവസ്ഥ. പ്രവർത്തിച്ചാലേ നീതീകരിക്കപ്പെടത്തുള്ളൂ, പ്രവർത്തിക്കാനൊട്ട് പറ്റത്തുമില്ല. ഇപ്പൊ എന്നാ ചെയ്യും? എന്നാൽ ദൂതനല്ല, ദൂതന്റെ നാഥൻ അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു. അവൻ വളരെ നാളായിട്ട് അങ്ങനെ കിടക്കുക എന്നുള്ളത് യേശു അറിഞ്ഞെന്ന്. അവിടെ കിടക്കുന്ന ഒറ്റ ഒരാൾക്കും ഇവനെ അറിയത്തില്ല, ദൂതൻ ഇവനെ അറിയത്തില്ല. പക്ഷെ യേശു അവിടെ വന്നപ്പോ ഇവന്റെ കാര്യം തിരക്കുകയാണ്. എല്ലാവരും നിന്നെ തിരസ്കരിച്ചു കാണുമായിരിക്കും, പക്ഷെ യേശു നിന്റെ വിഷയത്തിൽ ഇന്ന് തൽപരനാണ് കേട്ടോ. യേശു നിന്നെ വിടുവിക്കാൻ ഇന്ന് തൽപരനാണ് കേട്ടോ. നിന്റെ കഷ്ടതകൾ ഒന്നും അവൻ മറന്നു പോയിട്ടില്ല കേട്ടോ. നിന്റെ കണ്ണുനീരുകളിൽ ഒന്നും അവന്റെ മുഖം മറഞ്ഞിരുന്നിട്ടില്ല കേട്ടോ. യേശു നിന്റെ കിടക്കെ കരിക വരുന്നതിന്റെ പേരാണ് കൃപ. എനിക്ക് മനസ്സുണ്ടെന്ന് നീ അങ്ങോട്ട് വരുന്നതിന്റെ പേരാണ് വിശ്വാസം. കൃപ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്.